അപ്പോൾ വിലയിലുണ്ടാകുന്ന മാറ്റം അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ബഡ്ജറ്റ് ലൈനിലെ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബഡ്ജറ്റ് ലൈനിൽ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. ഒന്ന് വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം, മറ്റൊന്ന് വിലയിലുണ്ടാകുന്ന മാറ്റം. വരുമാനം കൂടിയാൽ എന്താ സംഭവിക്കുന്നത്, വരുമാനം കുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ വിലയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുമാനം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വരുമാനം കൂടിയാൽ ഉപഭോക്താവ് ആദ്യം വാങ്ങിച്ച എമൗണ്ട് അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കഴിയാണ്ട് വരികയും വരുമാനം കൂടിക്കഴിഞ്ഞാൽ ഒരു ഉപഭോക്താവിന് അദ്ദേഹത്തിന് കൂടുതൽ എമൗണ്ട് വാങ്ങിക്കാൻ കഴിയും അല്ലേ. അപ്പോൾ അത് ബഡ്ജറ്റ് ലൈനിന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? വലത്തോട് ഷിഫ്റ്റ് ചെയ്യും, അതായത് മുകളിലേക്ക് മാറും. ഇനി വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താവിന് എന്താണ്, വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആദ്യം വാങ്ങിച്ചിരുന്ന എമൗണ്ട് വാങ്ങിക്കാൻ കഴിയാതെ വരികയും അപ്പോൾ എന്താണ്, ബഡ്ജറ്റ് ലൈൻ അടുത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ വിലയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. വിലയിലുണ്ടാകുന്ന മാറ്റം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സാധനം ഒന്നിൻ്റെ വില കൂടിയാലും സാധനം ഒന്നിൻ്റെ വില കുറഞ്ഞാലും, മറ്റൊന്ന് സാധനം രണ്ടിൻ്റെ വില കൂടിയാലും സാധനം രണ്ടിൻ്റെ വില കുറഞ്ഞാലും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സാധനം ഒന്നിൻ്റെ വില കൂടിയാൽ സാധനം ഒന്നിൻ്റെ വില കുറഞ്ഞാൽ. അപ്പം നിങ്ങൾക്കറിയാം, ഒരു വസ്തുവിൻ്റെ വില കൂടി, അതായത് നിലവിലുണ്ടാകുന്ന വിലയേക്കാൾ ഒരു വസ്തുവിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിന് ഒരു ഉപഭോക്താവിന് കൂടുതൽ എമൗണ്ട് വസ്തു വാങ്ങിക്കാൻ കഴിയില്ല. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ബഡ്ജറ്റ് രേഖ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്താണ്, വില കൂടിക്കഴിഞ്ഞപ്പോൾ നേരത്തെ വാങ്ങിച്ചിരുന്ന എമൗണ്ട് വാങ്ങിക്കാൻ കഴിയാതെ വരികയും അതിൻ്റെ ഫലമായിട്ട് ബഡ്ജറ്റ് രേഖ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അതായത് ഒരു വസ്തു അപ്പോൾ 10 രൂപയിൽ നിന്ന് 20 രൂപയായിട്ട് ഒരു വസ്തുവിൻ്റെ വില കൂടി. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ 10 രൂപയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, ആ 20 രൂപ വെച്ചുകൊണ്ട് എന്താണ് ആ വസ്തു വാങ്ങിക്കാൻ 10 രൂപ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് 20 രൂപയുടെ വസ്തു വാങ്ങിക്കാൻ കഴിയില്ല. അപ്പോൾ ആദ്യം വാങ്ങിച്ചിരുന്ന 10 രൂപയുടെ ആയ വസ്തു പകുതി അദ്ദേഹത്തിന് എന്താണ് 20 രൂപ വെച്ചിട്ട് വാങ്ങിക്കാൻ കഴിയുള്ളൂ അല്ലേ. അപ്പം അതായത് സാധനം ഒന്നിൻ്റെ വില കൂടിയപ്പോൾ ഉപഭോക്താവിന് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും, ബഡ്ജറ്റ് ലൈന് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന എമൗണ്ട് വാങ്ങിക്കാൻ കഴിയാതെ വരികയും അതിൻ്റെ ഫലമായിട്ട് ബഡ്ജറ്റ് രേഖ താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി സാധനം ഒന്നിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് സ്വാഭാവികം, ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും. എന്താണ്, സാധനം ഒന്നിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ എമൗണ്ട് വാങ്ങിക്കാൻ കഴിയും അല്ലേ. അദ്ദേഹത്തിൻ്റെ പണവരുമാനം കൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ എമൗണ്ട് വസ്തു വാങ്ങിക്കാൻ കഴിയും അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്താണ്, ബഡ്ജറ്റ് രേഖ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് വിലയിലുണ്ടാകുന്ന മാറ്റത്തിൽ ഒന്നാമത്തെ മാറ്റമായ സാധനം ഒന്നിൻ്റെ വില കൂടിയാൽ സാധനം ഒന്നിൻ്റെ വില കുറഞ്ഞാൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒരു ഡയഗ്രത്തിൻ്റെയും ക്വസ്റ്റ്യത്തിൻ്റെയും സഹായത്തോടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കാം. സാധനം ഒന്നിൻ്റെ വില 5 രൂപയിൽ നിന്ന് സാധനം ഒന്ന് 5 രൂപയിൽ നിന്ന് 10 രൂപയായിട്ട് വർദ്ധിച്ചു. 10 രൂപയായി വർദ്ധിച്ചു. ഓക്കെ. സാധനം 2 ഇവിടെ 5 രൂപ തന്നെയാണ്. 5 രൂപ തന്നെയാണ്, അതിലൊരു മാറ്റമല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധനം ഒന്നിൻ്റെ കാര്യം പറയുമ്പോൾ വെറും സാധനം ഒന്ന് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ സാധനത്തിന് ഒരു മാറ്റമില്ല. അതുപോലെ തന്നെ വരുമാനം എന്താണ്, ഒരു മാറ്റമില്ല. വരുമാനം എന്താണ്, 20 രൂപയാണ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ വില, ഒന്നാമത്തെ സാധനത്തിൻ്റെ വില 5 രൂപയിൽ നിന്ന് 10 രൂപയായി വർദ്ധിക്കുകയും സാധനം 5 രൂപയായി നിൽക്കുകയും വരുമാനം 20 രൂപയാണെങ്കിൽ എന്താണ്, വരുമാനം 20 രൂപയുമാണെങ്കിൽ ആ വസ്തു എങ്ങനെയായിരിക്കും ഈ ബഡ്ജറ്റ് രേഖ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സാധനം ഒന്ന് 5 രൂപയിൽ നിന്ന് 10 രൂപ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്, നമുക്ക് ഇങ്ങനെ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബഡ്ജറ്റ് സമവാക്യം രൂപീകരിക്കണം. 2 രീതിയിലുള്ള ബഡ്ജറ്റ് സമവാക്യം ഉണ്ട്. ഒന്ന് സാധനം ഒന്ന് 5 രൂപ വെച്ചുകൊണ്ടും മറ്റൊന്ന് സാധനം ഒന്ന് 10 രൂപ വെച്ചുകൊണ്ടും. മറ്റേ സാധനം രണ്ടും വരുമാനത്തിലും ഒരു മാറ്റമല്ല. അപ്പം നമുക്ക് ആദ്യത്തെ ബഡ്ജറ്റ് സമവാക്യം നോക്കാം. എന്താണ്, 5x1 അല്ലേ പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു 20 അല്ലേ. 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 20. പിന്നെ രണ്ടാമത്തെ ബഡ്ജറ്റ് സമവാക്യം എങ്ങനെയാണ്, 10x1 പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു 20. ഓക്കെ, ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ എത്രയാണ് കിട്ടിയത് അല്ലേ.
ഇനി നമുക്കതിൽ നിന്നും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? m/p1 അല്ലേ? എത്ര കിട്ടും? m എത്രയാണ് ഇവിടെ? 20/p1 എത്രയായിരുന്നു ആദ്യത്തെ? 5 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. ഓക്കെ. ഇനി m/p2 വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്ര കിട്ടുക? 20/5 = 4. 20 തന്നെയാണ് അല്ലേ? P2 നമ്മൾക്ക് അറിയാലോ 20 തന്നെയാണ്. അപ്പോൾ രണ്ടും 4 4 കിട്ടി. അപ്പോൾ ആ 4 4 വെച്ചുകൊണ്ടാണ് നമ്മൾ ബജറ്റ് ലൈന് വരയ്ക്കേണ്ടത്. ക്ലിയർ ആയോ? 4 4 വെച്ചുകൊണ്ട് നമ്മൾ ബജറ്റ് ലൈന് വരക്കണം. ഇനി നമ്മൾ രണ്ടാമത്തെ ബജറ്റ് സമവാക്യം ഉണ്ടല്ലോ, മാറിയില്ലേ? സാധനം 1ൻ്റെ വില മാറിയില്ലേ? 10 രൂപയായിട്ട് മാറിയില്ലേ? അപ്പോൾ എന്താണ്? 10x1 + 5x2 = 20 എന്നുള്ളത് കിട്ടി. അപ്പോൾ അതിലെന്താണ്? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിന് മാറ്റം വരും. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഇത് തന്നെയാണ്, 4 തന്നെയായിരിക്കും. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് മാത്രം മാറും. കാരണം എന്താണ്? ഇവിടെ P1 എന്നുള്ളത് എത്രയാണ്? 5ൽ നിന്നും 10 ആയിട്ട് മാറി അല്ലേ? 5ൽ നിന്നും 10 ആയിട്ട് മാറി. 5x1 ഉള്ളിടത്ത് 10x1 ആയി മാറി. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. m/p1 = 10 എത്രയാണ്? അല്ല സോറി 20. m 20 അല്ലേ? 20/10 എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? അപ്പോൾ 2 കിട്ടി. അതാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിന് ഒരു മാറ്റമില്ല. അതെന്താണ്? 5x1 ആയിട്ട് തന്നെ തുടരുകയാണ് അല്ലേ? 5x2 ആയിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. 5x2 ആയിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. അതുപോലെ വരുമാനം അവിടെ തന്നെ അതേപോലെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ. ഇനി നമുക്ക് അത് നോക്കാം. ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഏതാണ്? x2 ആണ് കേട്ടോ. അതായത് y ആക്സിസ് നമ്മൾ x2 ആണ് അടയാളപ്പെടുത്തുന്നത്. ഇവിടെ y ആക്സിസ് ആണ് y കേട്ടോ. അങ്ങനെ കണക്കാക്കിയാൽ മതി. ഇവിടെ 0. ഇവിടെ x ആക്സിസ് ആണ് 1. ഇങ്ങനെ കിട്ടി അല്ലേ? അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബജറ്റ് സമവാക്യം എന്തായിരുന്നു? 4 4 അല്ലേ? 4 4 വെച്ചുകൊണ്ടാണ് നമ്മൾ വരച്ചത്. അതിൻ്റെ ബജറ്റ് സമവാക്യം എന്തായിരുന്നു? 5x1 + 5x2 = 20. ഇങ്ങനെയല്ലേ ഇരുന്നു നമ്മുടെ ബജറ്റ് സമവാക്യം അല്ലേ? ഇനി നമ്മൾ രണ്ടാമതായിട്ടൊരു ബജറ്റ് സമവാക്യം രൂപീകരിച്ചു. 10x1 + 5x2 = 20. അതിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്ര കിട്ടിയത്? m/p1 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 20/10 ആണ് അല്ലേ? ഇത് രണ്ടാമത്തേൽ കിട്ടിയത്. ഇപ്പോൾ 2 ആണ് കിട്ടിയത്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിന് മാറ്റമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ 2. ഇവിടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 2ഉം ഇവിടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 4ഉം തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് ഇവിടെ? എന്താണ് നമ്മുടെ ഇക്വേഷൻ? എന്താണ്? 10x1 + 10x2 = 20. കിട്ടിയാലോ? ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 10x1 + 10x2 = 20 അല്ലേ? അങ്ങനെ കിട്ടി. നമ്മുടെ പുതിയ സമവാക്യം നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞു അല്ലേ? ക്ലിയർ ആയോ? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യത്തെ ബജറ്റ് സമവാക്യം രൂപീകരിച്ചു. അതെന്താണ്? നമ്മുടെ പഴയ ബജറ്റ് പഴയത് വെച്ചുകൊണ്ട് പഴയ വരുമാനം 5x1 + 5x2 = 20 വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞു തരുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്കത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കണം. ഞാൻ ക്വസ്റ്റ്യൻ തരുമ്പോൾ അത് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കണം. എന്നാലും അതിന് ശേഷമാണ് അങ്ങനെ ചെയ്ത് തുടങ്ങാവൂ. അപ്പോൾ 5x1 + 5x2 = 20 ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആദ്യം കണ്ടുപിടിച്ചു 4 അല്ലേ? പിന്നെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിച്ചതിന് മുമ്പ് നമ്മൾ 4 4 കിട്ടി. അത് വെച്ചുകൊണ്ട് നമ്മൾ ബജറ്റ് രേഖ രൂപീകരിച്ചു. ബജറ്റ് ലൈന് വരച്ചു. 5x1 + 5x2 = 20 എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു ബജറ്റ് രേഖ വന്നു. കാരണം എന്താണ്? സാധനം 1ൻ്റെ വില കൂടി അല്ലേ? 5ൽ നിന്നും 10 ആയിട്ട് കൂടി. അപ്പോൾ 10x1 + 5x2 ഇവിടെ 5 ആണ്. ഇവിടെ 5x2 = 20 അല്ലേ? 10x1 + 5x2 = 20 ആണ്. അപ്പോൾ അവിടെ എന്താണ്? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിന് മാറ്റം വന്നു. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 20/10. m വരുമാനം അത് തന്നെയാണ്, 20 തന്നെയാണ്. 20/10 = 2 കിട്ടി. ക്ലിയർ ആയോ? അപ്പോൾ ആ 2ഉം പിന്നെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിന് മാറ്റമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? സാധനം 2ൻ്റെ വിലയ്ക്ക് ഒരു മാറ്റമല്ല. സാധനം 2ൻ്റെ വിലയും വരുമാനവും അതേപോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിന് മാറ്റമില്ല. അപ്പോൾ അവിടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് അതേ ലെവലിൽ തന്നെയാണ്
അപ്പോൾ നമുക്ക് രണ്ടിന് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അപ്പോൾ 4, 2 എന്നുള്ളൊരു ബഡ്ജറ്റ് രേഖ വരച്ചു. ആ ബഡ്ജറ്റ് രേഖയാണ് 10x1 + 5x2 = 20. ക്ലിയർ ആയോ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ?